ജോലിയൊന്നുമില്ലാത്ത വളരെ സമാധാനപൂർണമായ ഒരു ദിവസം, അതും 1-ാം തീയതി. ആഹാ, അന്തസ്. വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഈ പാസ്പോർട്ട് IRCC-യിലോട്ടേക്ക് അയക്കാന്നൊരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട്. എന്നാ പിന്നെ ഇന്ന് വെറുതെ ഇരിക്കല്ലേ, അതും കൂടെ എങ്ങനെ ചെയ്തേക്കാം. എന്റെ മുടിയുടെ കോലം സൂപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു വഴിക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് മിനുക്കുപണികളൊക്കെ ചെയ്യാനുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് മൈ ഡേ. മുടി സെറ്റായാൽ പിന്നെ ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. നല്ല ഭംഗിയുണ്ട് തന്നെ. കുറെ നാളുകൂടി ഒരുങ്ങിയോണ്ടാന്ന് തോന്നുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് എന്നെ തന്നെ ഇങ്ങനെയൊക്കെ പുകഴ്ത്താൻ തോന്നും. അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ തോന്നാനാ. തൽക്കാലം സെൽഫ് ലവ് ഇപ്പൊ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നേരെ പോയി ആവശ്യമായിട്ടുള്ള പ്രിന്റ് ഔട്ട്സ് ഒക്കെ എടുത്തു. വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാത്തതുകൊണ്ട് തന്നെ റോട്ടിൽ നിന്ന് വെള്ളം മേടിക്കേണ്ടി വന്നു. അങ്ങനെ കൊറിയർ ചെയ്യാൻ വേണ്ടി കാനഡ പോസ്റ്റിലെത്തിയപ്പം അവര് പറഞ്ഞു അവർ വീണ്ടും സ്ട്രൈക്ക് തുടങ്ങിയെന്ന്. ഇപ്പൊ ഏകദേശം 1 വർഷമായിട്ട് ഇവരുടെ ഒരു പ്രധാന ഹോബിയാണ് ഈ സ്ട്രൈക്ക് വിളിക്കാന്നുള്ളത്. കുഴപ്പമില്ല, വേറെയും കൊറിയർ സർവീസസ് ഉണ്ടല്ലോ. ഗൂഗിളിനോട് ചോദിച്ചപ്പം എല്ലാ കൊറിയർ സർവീസസും ഒരു കുടക്കീഴിൽ കിട്ടുന്ന സ്റ്റേപ്പിൾസിൽ കൊണ്ടു നിർത്തി. അവിടെ ചെന്നപ്പോൾ അവര് പറയാ, ഞങ്ങൾ തേർഡ് പാർട്ടിയാ മോളെ, ഇമാതിരി സാധനങ്ങളൊക്കെ ഡയറക്റ്റ് സെന്ററിൽ പോയി അയക്കണം. അതും തപ്പി കുറെ നടന്നിട്ടും ഞാനൊരു തേങ്ങയും കണ്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് അധികം ഡിസപ്പോയിന്റ്മെന്റ്സ്. അതുകൊണ്ട് ഇന്നത്തെ കോട്ട കഴിഞ്ഞ്. എന്നാ പിന്നെ ഫുഡും കൂടെ കഴിച്ച് ഇതങ്ങ് അവസാനിപ്പിക്കാം. ആ വിഷമം അങ്ങ് മാറട്ടെ.